ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും എന്നെയും എൻ്റെ ഭാര്യയെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിൽ നന്ദി. എൻ്റെ പേര് അച്ചു ടോമി, ഇതെൻ്റെ ഭാര്യ സീനിയ അച്ചു. ഞങ്ങൾ വരുന്നത് എറണാകുളത്തെ കണ്ടാ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ആദ്യമേ എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഒത്തിരി അത്ഭുതങ്ങൾ മാതാവ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എനിക്ക് വിശ്വാസം ഉണ്ടാകുന്നൊരു വ്യക്തി ആയിരുന്നില്ല ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വരുന്നത് മൂന്നാമത്തെ പ്രാവശ്യം ഇവിടെ വന്നിട്ടാണ് ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വരുന്നത്. ആദ്യത്തെ തവണ വന്നപ്പോൾ ഈ വഴിയെ പോയി ഇതൊക്കെ തട്ടിപ്പാണ്, ഇതൊന്നും ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല, ഇതൊക്കെ ഒരു വെറുതെ ഒരു തട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞു പോയി. രണ്ടാമത്തെ തവണ വീണ്ടും ഇവിടെ ഇതിലേ വന്നു. ഞാനും വൈഫും അതുപോലെ തന്നെ എൻ്റെ ഫാദർ ഇൻ ലോയും ഞങ്ങൾ 3 പേരും ഇവിടെ വന്നു. അന്ന് ഇവിടെ വന്നപ്പോൾ 60 വയസ്സിന് മുകളിലേക്കുള്ള ആൾക്കാർക്ക് ഇത് ഉടമ്പടി എടുക്കാൻ സാധിക്കില്ല, അങ്ങനെ ഒരു ബോർഡ് കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊക്കെ വെറും ബിസിനസ് കാശുണ്ടാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്, ഇതൊക്കെ നിങ്ങളെന്തിനാ ഈ തിരക്ക്, രാവിലെ വന്നാൽ രാത്രി ഇവിടുന്ന് പോകാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞ് ഇവരെയും കൂട്ടിക്കൊണ്ട് ഞാൻ വീണ്ടും ഇവിടുന്ന് പോയി. അങ്ങനെ ഇരിക്കെ എൻ്റെ വൈഫിന് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം ധാരാളം പല ആൾക്കാർ വഴിയിലൊക്കെ ആൾക്ക് പേപ്പർ കൊണ്ടു കൊടുക്കും, അതൊക്കെ വായിക്കും. ആളുടെ അനുഭവത്തിൽ ഈ കൊണ്ടു തരുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന അത്ഭുതങ്ങളൊക്കെ പറയാറുണ്ടായിരുന്നു. ഞാൻ ഈ പേപ്പർ വായിച്ചിട്ട് അതിനെ വരെ ഞാൻ കളിയാക്കുമായിരുന്നു. ഇത് നടക്കണ കാര്യമൊന്നുമല്ല, ഒരു പേപ്പറിൻ്റെ വഞ്ചി ഉണ്ടാക്കി വെള്ളത്തിലേക്ക് ഇട്ടു, കണ്ണ് തിരിഞ്ഞ് നോക്കുമ്പോൾ അതൊരു വള്ളമായി മാറി എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ ചുമ്മാ കഥ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് ഞാൻ കളിയാക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നുമല്ല സംഭവിച്ചത്. ഈ മൂന്നാമത്തെ തവണ വന്നു, ഞങ്ങൾക്ക് ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായി. ഞങ്ങൾ കോടതി കേസും കാര്യങ്ങളെല്ലാം നേരിടുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അങ്ങനെയാണ് ഞങ്ങൾ ഉടമ്പടിയിലേക്ക് വരുന്നത്. ഉടമ്പടി എടുത്ത് കഴിഞ്ഞതിന് ശേഷവും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഞാൻ പറയും, നീ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചാൽ മതി, നീയല്ലേ ഉടമ്പടി എടുത്തത്, ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലല്ലോ, ഞാനത് കൂടെ ഇരുന്നോളാം, ഞാൻ ആ തിരിയിലൊന്നും തൊടുന്നില്ല, എണ്ണയൊന്നും എടുക്കില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു പോയി. പക്ഷേ ആൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഈ കോടതി കേസുകളെല്ലാം ഞങ്ങൾ മാതാവിന് മുൻപിൽ കഴക്കിൽ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഉടമ്പടി എടുത്തു. ഞങ്ങൾക്ക് ബിസിനസ്സിൽ ഉണ്ടായിരുന്നു, എനിക്കൊരു ട്രാൻസ്പോർട്ടേഷൻ കമ്പനി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഭയങ്കര സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടിലാണെങ്കിൽ നിൽക്കുകയായിരുന്നു, കടമൊക്കെ വന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയാതെ. അങ്ങനെയാണ് ഉടമ്പടി എടുക്കുന്നത് തന്നെ. ആ ഉടമ്പടി എടുത്ത ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ എൻ്റെ ഫാദർ ഇൻ ലോയും ഫാദറിൻ്റെ ഫ്രണ്ട് വഴി ഒരു പാർട്ടി വന്നു. ഇവർ ഞങ്ങളുടെ എല്ലാ ബാധ്യതകളും ഏറ്റെടുത്തുകൊണ്ട് തന്നെ ആ ബിസിനസ് അവർ ടേക്ക് ഓവർ ചെയ്തു. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ തൊട്ട് ഞാൻ ചിന്തിക്കുന്നുണ്ട്, ഇത് എങ്ങനെ സംഭവിച്ചു. എന്നുവെച്ചാൽ ഞങ്ങൾ കുറേ കാലമായിട്ട് നോക്കുന്നൊരു കാര്യം വെറും 2 ആഴ്ച കൊണ്ട് തന്നെ മാതാവായിട്ട് നടത്തി തന്നു. അവിടെ തൊട്ട് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അതിനുശേഷം എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, വളർത്തുമൃഗങ്ങൾക്കുണ്ടാകുന്ന സൗഖ്യം, ഇങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഞാൻ വിശ്വാസത്തിലേക്ക് പൂർണ്ണമായിട്ടും വന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരിട്ടൊരു പ്രശ്നം വെച്ചാൽ, ഞങ്ങൾ ചെറിയൊരു സാമ്പത്തിക ഇടപാടിൽ, അതായത് ഞങ്ങളൊരാൾക്ക് കുറച്ച് പൈസ കൊടുത്ത് അതൊരു ഞങ്ങളെ അയാൾ പറ്റിച്ച് ആ കാശ് കൊണ്ട് പോയി. ഞങ്ങൾ അവിടെ ബുദ്ധിമുട്ടിൽ വീട് പണയം വെച്ചിട്ടാണ് ആ പൈസ കൊടുത്തത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ അതെല്ലാം തിരിച്ചടയ്ക്കാൻ പറ്റാതെയൊക്കെ ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങൾ കോടതിയിൽ കേസായിരുന്നു. ഈ കേസ് അന്ന് നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാർ, ഞങ്ങളെ പരിചയപ്പെടുത്തിയ ആൾക്കാരെല്ലാവരും കൂടി ഇതൊരു അവധിയിലേക്ക് നീട്ടിവെച്ച് ആ എതിർകക്ഷിക്ക് ഫേവറബിളായിട്ടുള്ള രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു, മാതാവേ, ഞങ്ങൾക്ക് ഈ എതിര് നിൽക്കുന്നവരാരായാലും എന്തെങ്കിലും അല്ല, ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതില്ല നീ മാറ്റി തരണമെന്ന് പ്രാർത്ഥിച്ചു. ഒരു 3 ആഴ്ച പരമാവധി, അതിനുള്ളിൽ തന്നെ ആ വക്കീലിൻ്റെ ജൂനിയർ ഞങ്ങളെ സംസാരിക്കുകയും അയാളുമായിട്ടുണ്ടാകും ചെറിയൊരു വാക്ക് തർക്കത്തിൽ ഈ സീനിയർ വക്കീൽ ഞങ്ങളോട് പറയുകയുണ്ടായി, നിങ്ങൾ ഈ കേസ് ആർക്കാന്ന് വെച്ചാൽ ഇഷ്ടമുള്ള ആൾക്ക് കൊടുത്തോളൂ, അല്ലെങ്കിൽ ഞാൻ തന്നെ സജസ്റ്റ് ചെയ്യാമെന്നാൽ വേറൊരു വക്കീലിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്ക് കൊടുക്കാം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇനി നിങ്ങൾ ആ രീതിക്ക് മുന്നോട്ട് പൊക്കോന്ന് പറഞ്ഞു. അത് അത്ഭുതം എന്ന് പറയട്ടെ, 6 മാസമായിട്ട് ഒരു പേപ്പർ പോലും അനങ്ങാതിരുന്ന ആ കേസ് മാതാവിൻ്റെ കൃപ കൊണ്ട് ഞങ്ങൾ പുതിയൊരു നല്ലൊരു വക്കീലിനെ ഞങ്ങളത് ഏൽപ്പിച്ചു. 1.5 മാസം കൊണ്ട് ആ കേസിൽ ഞങ്ങൾക്ക് അതിൻ്റെ എക്സ്പാർട്ടി വിധി കിട്ടി. ഇനി ആ സമയത്ത് തന്നെ ഞങ്ങൾക്ക് അതിൻ്റെ ബാലൻസ് കോർട്ട് ഫീ അടയ്ക്കാനുണ്ടായിരുന്നു. അതേ സമയത്ത് തന്നെയാണ് ഞങ്ങൾക്ക് വീടിൻ്റെ ജപ്തി നോട്ടീസും വന്നത്. എന്ത് ചെയ്യുമെന്നറിയില്ല. 5 ലക്ഷം രൂപയോളം കടത്തിൽ ആ സ്പോട്ടിൽ ഞങ്ങൾക്ക് ഉണ്ടാക്കണം. 5 ലക്ഷം രൂപ ഞങ്ങൾക്ക് ഉണ്ടാക്കുകയും വേണം, കോടതിയിൽ ബാലൻസ് പൈസ കെട്ടിവെക്കണം, അതുപോലെ തന്നെ ഈ വീടിൻ്റെ ജപ്തി ഒഴിവാക്കണം.
എന്ത് ചെയ്യും? ക്രിസ്മസ് വന്നു, ഡിസംബർ 25 ആയി. ക്രിസ്മസിൻ്റെ സമയത്ത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കണം, എന്ത് ചെയ്യുമെന്നറിയില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ ഡിസംബർ 7 ഇവിടെ മാതാവിൻ്റെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസം ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ അറിഞ്ഞ് എൻ്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടൊരു ചേട്ടൻ ഉണ്ടായിരുന്നു, ജിബിന്ന്. ആ ചേട്ടൻ എന്നോട് പറഞ്ഞു, ഇങ്ങനത്തെ ബുദ്ധിമുട്ടിലൊക്കെ വന്നപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, ഇതൊക്കെ എന്തിനാണ്, മാതാവിനൊരു അത്ഭുതം ചെയ്യാൻ സാധിക്കുമൊന്നുമില്ല, ഇതിങ്ങനെയാണെങ്കിൽ നമ്മളെ ഇങ്ങോട്ട് ബുദ്ധിമുട്ടിക്കുമോ. ഞങ്ങൾ പതുക്കെ വിശ്വാസത്തിൽ നിന്ന് പതുക്കെ പിന്മാറി തുടങ്ങി, പ്രാർത്ഥനയൊക്കെ ഉഴപ്പി. അങ്ങനെ വന്നപ്പോൾ ഈ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞു, എടാ നീ പ്രാർത്ഥിക്കുന്ന രീതി ശരിയല്ല, നീ ഈ വിശ്വാസത്തിലേക്ക് വരണം, നീ ഉടമ്പടിയിലേക്ക് വരണം, അവൾ മാത്രമേ ഇപ്പോൾ നിങ്ങൾ ഉടമ്പടിയിലുള്ളൂ. അങ്ങനെ ഉടമ്പടിയിലേക്ക് വരണമെന്ന് പറഞ്ഞു, നീ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അതായത് നീ മാതാവിനോട് പ്രാർത്ഥിക്കുക, മാതാവ് എനിക്കൊന്നിനും കഴിവില്ല, ശക്തിയില്ല, എല്ലാം എനിക്ക് മുന്നേ പോയി നീ നടത്തി തരണം എന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചു. ജൂലൈ 7 ഇവിടെ ഞങ്ങൾ രാവിലെ വന്നു. 2 മണിക്ക് ഞങ്ങൾ എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട് ഇവിടെ ഒരു 3-3:30 ആയപ്പോൾ വന്നു. 4 മണിക്ക് ഇവിടെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ രാവിലെ തന്നെ മാതാവിൻ്റെ രൂപത്തിൽ ഞങ്ങൾ തൊട്ട് പ്രാർത്ഥിക്കാൻ സാധിച്ചു. കുർബാന കൂടി ഇവിടുന്ന് എല്ലാ പരിപാടിയെല്ലാം കഴിഞ്ഞൊരു ഉച്ചയോടുകൂടി അടുത്തപ്പോഴാണ് ഞങ്ങളിവിടെ തിരിച്ചു പോകുന്നത്. മനസ്സിന് വളരെ ഒരു സന്തോഷമുണ്ടായ ഒരു കാര്യമായിരുന്നു അത്. കാരണം മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ ദിവസം ഇവിടെ വരാൻ സാധിച്ചു. അതിനുശേഷം പിന്നെ നടന്നതെല്ലാം മാതാവാണ് നടത്തിയത്. ഞങ്ങൾക്കൊന്നും അറിയില്ല. ഞങ്ങൾക്ക് ഇനി വിൽക്കാനോ പണയം വെക്കാനോ ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല. ഞങ്ങൾക്ക് കോടതിയിൽ കെട്ടിവെക്കാനുള്ള പൈസ എൻ്റെ ഫാദറിൻ്റെ വഴി തന്നെ ഞങ്ങൾക്ക് കണ്ടെത്തി തന്നു. അതുപോലെ തന്നെ ജപ്തി നടപടികൾ, അവിടുത്തെ മാനേജർ ഒരു കാര്യത്തിൽ അടുക്കില്ലാത്തൊരു മനുഷ്യൻ. നമ്മൾ എന്ത് പറഞ്ഞാലും ആൾ എതിര് പറയുന്നു. നിങ്ങൾ അടുത്ത ആഴ്ച തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണം, ഞങ്ങൾ ലേലത്തിന് വെക്കുകയാണെന്നൊക്കെ പറഞ്ഞു. ഇതൊന്നും ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിലായി. ആ ആളുടെ അടുത്ത് ഞാൻ ഒരു ഉപ്പ്, നമ്മുടെ ഉപ്പ് ഒരു ചെറിയൊരു തുവാലിൽ കയ്യിലെടുത്തിട്ട് ഉപ്പ് കയ്യിൽ പിടിച്ചിട്ട് ഞാൻ മാതാവിനോട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് ഈ മാനേജറെ ഞാൻ പോയി കണ്ടു. ഒട്ടും സമ്മതിക്കാത്ത ആൾ എനിക്ക് ജനുവരി 31 വരെ സമയം തന്നു. അതിനുള്ളിൽ തന്നെ ഈ പണം കൊടുത്ത് ജപ്തി ഞങ്ങൾക്ക് എൻ്റെ വീടിന് ഒഴിവാക്കാൻ സാധിച്ചു. അതിനിടയ്ക്ക് ഞങ്ങളിവിടെ വന്നു, അച്ഛനെ കണ്ടു, ഞങ്ങൾ ഉടമ്പടി പുതുക്കി, അച്ഛനെ കണ്ടു. അച്ഛൻ ഞങ്ങൾക്ക് കാശ് രൂപം വെഞ്ചരിച്ച് പ്രാർത്ഥിച്ചു തന്നു. വീടിൻ്റെ 4 മൂലയ്ക്ക് ഉപ്പ് വിതറി ഈ കാശ് രൂപം വീട്ടിൻ്റെ വസ്തുവിൽ കുഴിച്ചിടാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു. അതിന് ശേഷമാണ് ഞാൻ ഈ മാനേജറെ പോയി കണ്ടത്. എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, കാരണം മാതാവ് അത്ഭുതം പ്രവർത്തിക്കും. മാതാവ് അത്ഭുതം പ്രവർത്തിച്ചു. നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, നമ്മുടെ കൈ കെട്ടിയിട്ട അവസ്ഥയാണ്. അതെല്ലാം മാതാവ് ഞങ്ങൾക്ക് ചെയ്തു തന്നു. ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വന്നത് തന്നെ ഇങ്ങനെയുള്ള പല അനുഭവങ്ങൾ കൂടി തന്നെയായിരുന്നു. അവിശ്വാസിയായിട്ടൊരു മനുഷ്യനായിരുന്നു ഞാൻ. അതുപോലെ തന്നെ ഞങ്ങൾ മൂലം അതായത് എൻ്റെ വൈഫിന് ജോലി കിട്ടി. ആൾക്ക് ജോലി ഉണ്ടായിരുന്നത് ഒരു ചെറിയൊരു കമ്പനിയിൽ ചെറിയ തുച്ഛമായ ശമ്പളത്തിലായിരുന്നു. അതിനുശേഷം ഒരു ഇൻ്റർവ്യൂ എടുത്തിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ അവർ പറഞ്ഞത്, പെണ്ണുങ്ങൾക്ക് ഞങ്ങൾ ജോലി കൊടുക്കില്ല, ആണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അത് ടൈമിങ് രാവിലെ 8 തൊട്ട് രാവിലെ 10 തൊട്ട് രാത്രി 8 വരെയാണ് സമയം. ഈ സമയത്ത് വലിയ ബസ് റൂട്ടൊന്നുമില്ല. കാക്കനാട് സെസ്സിലാണ് ജോലി. അപ്പോൾ നിങ്ങൾക്ക് വരാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ആൾ ഒഴിവാക്കി. പക്ഷേ ഒരു 2-3 മന്ത്സിനുള്ളിൽ തന്നെ ഇവർ തിരിച്ച് വൈഫിനെ വിളിച്ചു. വൈഫിന് ആ ജോലി കിട്ടി. ഈ പ്രശ്നങ്ങളൊന്നുമില്ല, അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല. നല്ല ശമ്പളത്തിലൂടെ ഒരു അമേരിക്കൻ ബേസ് കമ്പനിയാണ്. ആൾ ഉടമ്പടിയിൽ മാതാവിനോട് ഇത് വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. പിന്നെ ഉണ്ടായ ഞങ്ങൾ ഡെയിലി ലൈഫിൽ ഞങ്ങൾ തൈലവും ഉപ്പും തേനും എല്ലാം യൂസ് ചെയ്യും. ഞങ്ങൾ എപ്പോഴും ഏത് യാത്രയ്ക്ക് ഇറങ്ങുമ്പോഴും അതിനുശേഷം ഏത് യാത്രയ്ക്ക് ഇറങ്ങുമ്പോഴും തൈലം തൊട്ട് കുരിശ് വരച്ച് ഉപ്പ് വിതറി ഞങ്ങൾ തേൻ ഒരു നുള്ളു നാവിൽ വെച്ചിട്ടാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഉണ്ടാകുന്ന തടസ്സങ്ങളും ബുദ്ധിമുട്ടും എല്ലാം മാറി കിട്ടുന്നുണ്ട്. മാത്രമല്ല നമ്മളൊക്കെ ഒന്നും ചെയ്യാൻ കഴിവില്ല, പക്ഷേ അതെല്ലാം മാതാവ് നമുക്ക് ചെയ്തു തരും. അങ്ങനെ അത്ഭുതമാണ് ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ കാരണം നമുക്ക് വലിയ സന്തോഷമാണ്. ഞങ്ങൾ കാരണം 2 കുടുംബങ്ങൾ മാതാവിൻ്റെ വിശ്വാസത്തിലേക്ക് വന്നു. അവർ വന്ന് ഉടമ്പടി എടുത്തു. ആ ചേച്ചി ഒരാൾ വൈഫിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ആളാണ്. അവരുടെ വീട്ടിൽ ഒത്തിരി അത്ഭുതങ്ങൾ സംഭവിച്ചു. അതുപോലെ തന്നെ പ്രേക്ഷക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നുണ്ട്, ഞങ്ങളും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഞങ്ങൾക്ക് വളരെ ഒരു അത്ഭുതമായിട്ടാണ് തോന്നിയത്. കാരണം ഇങ്ങനെ ചെയ്യാനായിട്ട് ഇതൊന്നും നടക്കില്ല എന്ന് കരുതിയിരുന്നൊരു കാലത്ത് അതിൽ നിന്നും എല്ലാം വ്യത്യസ്തമായി ഇങ്ങനെയല്ല ജീവിക്കേണ്ടത്. നമുക്ക് ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം വേണം. നമുക്ക് ജീവിതത്തിൽ ലക്ഷ്യബോധം ഉണ്ടാവും. നമ്മുടെ കൂടുതൽ എന്നും ദൈവത്തോട് അടുത്ത് നമ്മൾ ജീവിക്കണം. ഇതെല്ലാം തട്ടിപ്പൊക്കെയാണെന്ന് പറഞ്ഞ് പോകുന്നത് പോലെയല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നത് നമ്മൾ പ്രാർത്ഥനയും ദൈവത്തോടു കൂടെ അടുത്ത് ഭക്തിയോടെ പോകുമ്പോഴാണ് ഉണ്ടാകുന്നത്.
അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യുന്ന നന്മ ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് വീണ്ടും ധാരാളം നന്മകളും സന്തോഷവും എല്ലാം ഉണ്ടാവും. നമ്മുടെ കുടുംബത്തിൽ ഐക്യവും സമാധാനവും എല്ലാം ഉണ്ടാവും. എൻ്റെ വീട്ടിലെല്ലാവരും പലരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെയും സംസാരിക്കാതെയും മിക്കപ്പോഴും വഴക്കും കാലൊക്കെ ഉണ്ടായിക്കൊണ്ടാണ്. ഇപ്പോൾ വളരെ ഐക്യത്തിലാണ് ഈ പോകുന്നത്. എന്നുവെച്ചാൽ വീട്ടിൽ നമ്മൾ പ്രാർത്ഥന മുടക്കരുത് ഒരു കാരണവശാലും. ഞങ്ങളുടെ രണ്ടുപേരുടെയും ജോലിയുടെ സ്വഭാവം വെച്ചിട്ട് ഞങ്ങൾക്ക് സന്ധ്യാപ്രാർത്ഥന ചെല്ലാൻ പറ്റാറില്ല. കാരണം ആൾ രാത്രി വീട്ടിൽ വരുമ്പോൾ 9:30-10 മണിയാവും. ഞാനും ചിലപ്പോൾ പല സ്ഥലത്തായിരിക്കും. എന്നിരുന്നാലും എങ്ങനെയൊക്കെയാണെങ്കിലും ഞങ്ങൾ ഒന്നിച്ച് വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ റൂമിലിരുന്ന് ഒന്നിച്ച് ഞങ്ങൾ പ്രാർത്ഥന ചൊല്ലി ഉടമ്പടി പ്രാർത്ഥനയും ചൊല്ലിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ കടന്നിറങ്ങാറുള്ളൂ. രാവിലെ അതുപോലെ തന്നെ 2 ആഴ്ച കൂടുമ്പോൾ ഞങ്ങൾ കുമ്പസാരിക്കും, കാര്യങ്ങളും എല്ലാം ചെയ്യും. പറ്റാവുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ആൾ. തൈലവും ഉപ്പും തേനും അത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മളത് ഉപയോഗിച്ച് തുടങ്ങി. പതിയെ നമ്മുടെ ഈ മാതാവിനോടുള്ള ഉടമ്പടി പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി റുട്ടീനിലൊരു ഭാഗമായി മാറി. നമ്മളത് പിന്നെ ചെയ്യേണ്ടേ ചോദിക്കേണ്ട കാര്യമില്ല. നമ്മളറിയാതെ നമ്മളത് ചെയ്യും. നമ്മൾ എന്നും രാവിലെ എഴുന്നേൽക്കുന്നു, കുളിക്കുന്നു, പല്ല് തേക്കുന്നു എന്ന് പറയുന്ന പോലെ ഡെയിലി റുട്ടീനായിട്ട് മാറും. അങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും മാതാവ് നമുക്ക് തരും. അതാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇന്നുണ്ടായ അത്ഭുതം എന്ന് പറയുന്നത്, എനിക്ക് ചുമ ഒരു 4-3 ദിവസമായിട്ട് ചുമയായിരുന്നു. ചുമ നിർത്താതെ ചുമച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇന്നുണ്ടായ അത്ഭുതമാണത്. ഞാൻ രാവിലെ ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞിട്ട് തേൻ നാവിൽ വെച്ചു, തൈലം എല്ലാം കഴിഞ്ഞിട്ടാണ് വന്നത്. ഇവിടെ വന്ന് എന്നോട് സിസ്റ്റർ സാക്ഷ്യം പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് നല്ല ചുമയാണ്, എനിക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വൈഫ് സംസാരിച്ചോളെന്നാണ് പറഞ്ഞത്, സാക്ഷ്യം പറയുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതുവരെ ഞാൻ സംസാരിച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും ഞാനൊരു ചുമ പോലും ചുമച്ചില്ല. എനിക്ക് ചുമ തന്നെ വന്നിട്ടില്ല. എനിക്ക് തൊണ്ടവേദന ഉണ്ടായിരുന്നു, നല്ല തൊണ്ടവേദനയായിരുന്നു. എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ല. ഇതുവരെ പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല. ഇത് വെള്ളം തൊണ്ടയിൽ നിറക്കുമ്പോൾ എനിക്ക് വേദന എടുക്കും. ഞാൻ ഇതുവരെ ഒരു ചുമച്ചിട്ടില്ല. ഇത്ര മണിക്കൂറായി അവിടെ വന്നിട്ട്. എനിക്ക് അതിന് ശേഷം ആദ്യം എന്നോട് സിസ്റ്റർ പറഞ്ഞു ചെല്ലണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ചുമയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വൈഫിനോട് പറഞ്ഞു, വൈഫ് പറഞ്ഞു നോക്കി. വീണ്ടും രണ്ടാമത് എന്നോട് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു പറ്റില്ല, എനിക്ക് ചുമയാണെന്ന് പറഞ്ഞു. പക്ഷേ മാതാവിൻ്റെ വിധി അതായിരുന്നിരിക്കാം. ഞാൻ തന്നെ പറയണം ഇവിടെ സാക്ഷ്യം. പിന്നെ ആ പയ്യൻ വന്ന് പറഞ്ഞു, ചേട്ടൻ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ മടിച്ച് നിന്നു. പക്ഷേ എന്നിട്ട് ഞാനായിട്ട് തന്നെ പറഞ്ഞു, ശരി ഞാൻ പറയാതെ, നീ പറയണ്ട, സാക്ഷ്യം ഞാൻ പറയാമെന്ന് പറഞ്ഞു. എനിക്ക് ഇതുവരെ ചുമയും വന്നില്ല, ഒരു പ്രശ്നങ്ങളുമില്ല, തൊണ്ടയ്ക്ക് വേദനയില്ല, ഒന്നുമില്ല. അതും മാതാവിൻ്റെ അത്ഭുതമാണ് ഇപ്പോൾ ഉണ്ടാക്കി തന്നത്. ഇന്നും മാതാവിൻ്റെ സ്തുതി, ദൈവത്തിൻ്റെ സ്തുതി.